നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ആന്ധ്രയിലും കർണാടകയിലും കനകോല് രചിച്ച അതേ സ്ക്രിപ്റ്റ് ഇങ്ങ് കേരളത്തിലും കോപ്പിയടിച്ചതാണെന്ന് സംശയം തോന്നിയാൽ അത് സ്വാഭാവികം മാത്രം. കേരളത്തിൽ UDF അധികാരത്തിൽ തിരിച്ചെത്തിയാൽ സ്ത്രീകൾക്കെല്ലാം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നതാണ് ഒന്നാമത്തെ വാഗ്ദാനം. ഇതിനൊപ്പം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം, പ്രതിമാസ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കൽ എന്നതാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി. 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ആണ് മൂന്നാം ഗ്യാരണ്ടി. തീർന്നില്ല, യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക വകുപ്പും ഈ പ്രഖ്യാപനത്തിൽ രാഹുൽ തിരികെ ചേർത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ ആഹാ അന്തസ് എന്നൊക്കെ തോന്നും. എന്നാൽ ഇതേ രാഹുൽ ജയ് മുൻപൊരിക്കൽ നടത്തിയ ആ വലിയ പ്രഖ്യാപനം നിങ്ങളൊന്ന് കേൾക്കുക. ഇന്ത്യ മുഴുവൻ ന്യായ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക. 6,000 rupees a month. 6000 രൂപ ഒരു മാസം. Every single month. ഓരോ മാസവും 6000 രൂപ. 72,000 rupees a year. 72000 രൂപ ഒരു വർഷം. Every single year. ഓരോ വർഷവും 72000 രൂപ. Until that family is out of poverty. ദാരിദ്ര്യത്തിന് മുകളിലേക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഒരു കുടുംബം എത്തുന്നത് വരെ എല്ലാ മാസവും 6000 രൂപയും എല്ലാ വർഷവും 72000 രൂപയും. ഓരോ കുടുംബത്തിനും മാസം 6000 രൂപ വീതം പെൻഷൻ, അതായത് ഒരു വർഷം 72000 രൂപയാണ് അന്ന് ഇതേ ടീം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അത് 3000 കുറച്ചിട്ടുണ്ട്. UDF കാലത്ത് 18 മാസത്തോളം ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയപ്പോൾ അധികാരത്തിൽ വന്ന പിണറായി സർക്കാരാണ് ആ കുടിശ്ശിക തീർത്തു നൽകിയതും 600 രൂപയായിരുന്ന പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തിയതും. മറ്റൊന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന പ്രഖ്യാപനമാണ്. എന്നാൽ കർണാടകയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയതോടെ അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തകർച്ചയിലാവുകയും ആ നഷ്ടം നികത്താൻ മറ്റു യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കിയെന്നും കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തന്നെ പറയുന്നു. UDF കാലത്തെ KSRTCയുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് അന്നത്തെ മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. UDF കാലത്ത് പാതി വഴിയിൽ നിലച്ചുപോയ തീരദേശപാത, ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയ വൻകിട പദ്ധതികൾ പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതും ഇതേ കേരളത്തിലാണ്. 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസും യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും നൽകുമെന്ന് പറഞ്ഞ രാഹുലിനും പാർട്ടിക്കും ഇത്തരം വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ മുൻകാല ചരിത്രം ചൂണ്ടിക്കാട്ടാനുണ്ടോ? സ്വകാര്യ ആശുപത്രികളെയും കുത്തക മുതലാളിമാരെയും സംരക്ഷിക്കാൻ തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് നടത്തുന്ന അതേ നീക്കമാണ് കേരളത്തിലും അവർ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാർ ആശുപത്രികൾക്കെതിരെയും ആരോഗ്യ മേഖലയ്ക്കെതിരെയും അടിസ്ഥാനരഹിത വാർത്തകൾ പടച്ചുവിടുന്നതും അതിന്റെ തെളിവാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇൻഷുറൻസ് പ്രഖ്യാപനവും ജനങ്ങളെ സേവിക്കാനല്ല, മറിച്ച് സ്വകാര്യ ആശുപത്രികളിലേക്ക് ജനങ്ങളെ തള്ളിവിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. മുൻകാല തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെയും പെൻഷൻ, വീട്, സ്ത്രീ സുരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ്, കർഷകക്ഷേമം, വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ നടക്കാത്ത വാഗ്ദാനങ്ങൾ മാത്രമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. LDF സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കി തെളിയിക്കുമ്പോൾ വീണ്ടും വീണ്ടും ജനങ്ങളെയും അണികളെയും വഞ്ചിക്കുന്ന നിങ്ങൾക്ക് ലജ്ജയില്ലേ?